ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കുത്തുബുൽ അഖ്താബിൻ്റെ 3 അർത്ഥങ്ങൾ എന്താണ്? കുത്തുബുൽ അഖ്താബ് എന്ന് പറഞ്ഞ വാക്കിന് എന്താ അർത്ഥം? അതിന് 3 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം, കുത്തുബുൽ അഖ്താബ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കുത്തുബുൽ അഖ്താബ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയാണ്, നൂറ് മുഹമ്മദിയാണ്, ഹഖീഖത്ത് മുഹമ്മദിയത്ത്. മുത്തനബിൻ്റെ കീഴിലെ ആർക്കും അനങ്ങാൻ കഴിയൂ, ഏത് കുത്തുബിനും ഗൗസിനും അനങ്ങാൻ കഴിയും. മുത്തനബിൻ്റെ വസീല ഇല്ലാതെ, മുത്തനബി പാസ്സാക്കാതെ, മുത്തനബി നൽകാതെ ഒരു വലിയ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ചില ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞാൽ അള്ളാഹുൽ ഫാനിയാണ്, എനിക്ക് അല്ലാതെ ഷെയ്ഖില്ല, ഡയറക്റ്റ് എനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുക എന്നൊക്കെ പറയൂ. അതിൻ്റെ അർത്ഥം അള്ളാഹുവായിട്ട് അത് ടച്ച് ഉണ്ട്, പക്ഷേ അത് പാസ്സാക്കി അത് വരുന്നതിൽ തന്നെ റസൂലുള്ളാഹിയിലൂടെ തന്നെയാണ് വരുന്നത്. ആ വലിയന് അന്നേരം അള്ളാഹുവിൽ ലയനുള്ളത് എന്ന് അർത്ഥമുള്ളൂ, പക്ഷെ കിട്ടുന്നത് റസൂലുള്ളാഹിയിൽ നിന്നാണ്. കാരണം സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് അത് വരുള്ളൂ. സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ എൻഡിങ് പോയിന്റ്, പ്രപഞ്ചം തുടങ്ങിയത് അവിടെ മുത്തനബിനെ അള്ളാഹു പഠിച്ചത്. എങ്ങനെ പഠിച്ചത്? മുഹീത്തും ബി ജമീഇൽ അക്വാൻ, എല്ലാ ലോകങ്ങളെയും, അർശ് കുർസി എന്തൊക്കെയുണ്ട് അതിനേക്കാളൊക്കെ വലുതാണ് നൂറ് മുഹമ്മദി. നൂറ് മുഹമ്മദി ഏറ്റവും വലിയ സംഭവം, ഏറ്റവും വലിയ ആലം, ലോകം. മുത്തനബിയ സമ്പൂർണ്ണ മനുഷ്യനായിട്ട് അള്ളാഹ് പഠിച്ചതാ. മദീനയിലുണ്ടായിരുന്ന മുത്തനബിൻ്റെ അതേ രൂപത്തിൽ അള്ളാഹു പഠിച്ചതാണ് മുത്തനബി. അത് അങ്ങോട്ട് കൊണ്ടുവരാനാ, അത് ഏത് ഭൂമിക്ക് കൊണ്ടുവരാനാ? അർശിൻ്റെ അടുക്ക് എത്തിയാൽ തന്നെ അർശൊക്കെ കരിഞ്ഞു പോകും, അതിങ്ങോട്ട് കൊണ്ടുവരൽ തുടങ്ങിയാൽ. ആ നൂറ് മുഹമ്മദിനെ കൊണ്ട് വച്ച സ്ഥലത്ത് നിന്ന് ഒരു അല്പം അത് താഴോട്ട് ഇറങ്ങിയാൽ താഴെയൊക്കെ കരിഞ്ഞു പോകും. അതാണ് അള്ളാഹു തആല 70 സബഈ ഹുജ്ബാത്തു സബഈ എന്ന് പറഞ്ഞ ലോകത്തിനുള്ള പഠിച്ചത്. ആകാശഭൂമികളെക്കാൾ ഇരട്ടിയ ഒരു ഹിജാബ് തന്നെ. അങ്ങനത്തെ 70 ഹിജാബുകളെ ഭീമ കവച ലോകങ്ങളെ അള്ളാഹു പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാ? അത് നൂറ് മുഹമ്മദിയുടെ നൂറ് കൊണ്ട് അർശും കുർസിയും ഒക്കെ താഴെയുള്ള സാധനങ്ങൾ കരിഞ്ഞു പോകാതിരിക്കാൻ. അപ്പോൾ ആ നൂറ് മുഹമ്മദിനെ ഒരിക്കലും അങ്ങോട്ടും കൊണ്ടുവന്നിട്ടില്ല. ആമിന ബീവിൻ്റെ അബ്ദുള്ള തങ്ങളിന്നും പെരടിയിലും വയറ്റിലൊന്നും ആ നൂറ് മുഹമ്മദി അള്ളാഹു തആല വെച്ചിട്ടില്ല, ആദം നബിൻ്റെ മുതുകിലും വെച്ചിട്ടില്ല. ആ നൂറ് മുഹമ്മദിയുടെ ഒരു അംശം, ഒരു പാർട്ട് മാത്രമാണ് ആദം നബിൻ്റെ മുതുകിൽ വെച്ചത്. ഭൂമിയിൽ അള്ളാഹു ആദ്യം വെച്ചു. നമ്മൾ ആ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സൂചിപ്പിച്ച് സംസാരിച്ചതാണ്, ഇനി പറയാൻ പറ്റൂല, സമയമില്ല. അപ്പോൾ ആ നൂറ് മുഹമ്മദിയാണ് കുത്തുബുൽ അഖ്താബ്, യഥാർത്ഥത്തിലുള്ള കുത്തുബുൽ അഖ്താബ്. ഇക്കാര്യം അൽ യവാഖീത്ത് വൽ ജവാഹിറിൽ 255 പേജിലും പറഞ്ഞിട്ടുണ്ട്, 340 പേജിലും പറഞ്ഞിട്ടുണ്ട്. 340 പേജിൽ ഇബാറത്ത് ഞാൻ പിന്നെ വായിക്കാം. അപ്പോൾ കുത്തുബുൽ അഖ്താബിൻ്റെ ഒരർത്ഥം, യഥാർത്ഥ അർത്ഥം മുത്തുനബി എന്നാണ്. മുത്തുനബിക്ക് പറയുന്നൊരു വാക്കാണ് കുത്തുബുൽ അഖ്താബ്, അതാ സാക്ഷാൽ കുത്തുബുൽ അഖ്താബ്. രണ്ടാമത്തെ മീനിങ് കുത്തുബുൽ അഖ്താബ് എന്ന് പറയുന്നത് ജീലാനി തങ്ങൾക്കാണ്. സാധാരണ നമ്മൾ അധികം കേട്ടിട്ടുള്ളതും കുത്തുബുൽ അഖ്താബ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകളെ കൽബ് പോവുക ജീലാനി തങ്ങളിലേക്കാണ്. ജീലാനി തങ്ങൾക്ക് കുത്തുബുൽ അഖ്താബ് എന്ന് പറയും. അതിന് പ്രത്യേക ഒരു മാനുണ്ട്. അതിന് ശേഷം വന്ന ഒരു കുത്തുബിനും ഇല്ലാത്തൊരു മാന, അതിന് ഖിയാമത്ത് നാൾ വരെ ഒരു കുത്തുബിനും കിട്ടാത്തൊരു മാനുണ്ട് ജീലാനി തങ്ങൾക്ക് കുത്തുബുൽ അഖ്താബ് എന്ന് പറയുന്നതിന്. അതെന്താണ്? അത് ജീലാനി തങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു സ്ഥാനമുണ്ട്. ഈ ഉമ്മത്തിൽ ദീവാനുൽ ഔലിയ, ഔലിയാവിൻ്റെ ഒരു പേരുകളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ഏതുണ്ട്, സിജില്ലുണ്ട്. ആ സിജില്ലിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ചുമതല ജീലാനി തങ്ങൾക്കാണുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു മനുഷ്യനെ മുത്തുനബിൻ്റെ മുമ്പിൽ ഹാജറാക്കപ്പെടുന്ന, എന്നിട്ട് ഇദ്ദേഹത്തിനെ വലിയാക്കാൻ പറ്റുമോ പറ്റൂല എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ആ കാര്യം ഇയാളെ ജീലാനി തങ്ങളടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറയും. ജീലാനി തങ്ങൾ അയാൾ അറിയൂല. ജീലാനി തങ്ങളടുത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ റൂഹാനിയത്ത് കൊണ്ടുപോകും. ജീലാനി തങ്ങൾ അദ്ദേഹത്തെ പറ്റി പഠിച്ച്
അദ്ദേഹത്തിൻ്റെ വിലായത്തിന് പറ്റുമോ? പറ്റൂലേ? പറ്റുമെങ്കിൽ അതിൽ പേര് എഴുതും. ജീലാനി തങ്ങൾ നോമിനേഷൻ ചെയ്യും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒപ്പുവെക്കും. അങ്ങനെയാണ് ഇതുണ്ടാകുന്നത്. അതിന് ശേഷം പിന്നെ ജീലാനി തങ്ങളെ നോമിനേഷൻ പ്രകാരം വലിയായി. പിന്നെ അദ്ദേഹം കുത്തുബ് എന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോഴും ജീലാനി തങ്ങളെ ശേഷം വന്ന കുത്തുബീങ്ങളൊക്കെ ജീലാനി തങ്ങളിൽ നിന്ന് ഇസ്തിഫാള ചെയ്യുന്നത്. ജീലാനി തങ്ങളാണ് അവർക്ക് ഈ കുത്തുബായിട്ട് ഒരാളെ തീരുമാനിക്കപ്പെടുമ്പോൾ അവിടെ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ ചടങ്ങ് കുറച്ച് നമുക്ക് ഇബാറത്ത് വായിക്കാം. വലിയൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. അന്നേരം അതിൽ ഔദ്യോഗികമായി ആ ചടങ്ങൊക്കെ നിർവഹിക്കുന്ന ആളാണ് മൊയ്‌ദി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. മൊയ്‌ദി ഷെയ്ഖ് എനിക്ക് ആ ചടങ്ങ് നിർവഹിച്ചു കൊടുത്തത് നേരെ റസൂലുള്ള ഉണർവിൽ വന്നിട്ട് റസൂലുള്ള നിർവഹിച്ചു കൊടുത്തത്. അതിനെല്ലാവർക്കും കിട്ടൂലല്ലോ. ജീലാനി തങ്ങളെ ശേഷം പിന്നെ ജീലാനി തങ്ങൾക്കാണ് ആ ചുമതല ഉള്ളത്. ഈ വിഷയം തഫ്രീഹുൽ ഖാത്തിറിൽ 39-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീലാനി തങ്ങളെ ശേഷം വന്ന മുഴുവൻ കുത്തുബീങ്ങളും ജീലാനി തങ്ങളിൽ നിന്ന് ഇസ്തിഫാള ചെയ്യുന്നത് കൊണ്ട്, കുത്തുബീങ്ങളും ഔസിയങ്ങളൊക്കെ ജീലാനി തങ്ങളിൽ നിന്ന് ഇസ്തിഫാള ചെയ്യുന്നത് കൊണ്ട് ജീലാനി തങ്ങളെ കുറിച്ച് പറയും കുത്തുബുൽ അഖ്താബ്. എല്ലാ കുത്തുബിനിക്കും കുത്തുബായ ആ സ്ഥാനം കൊടുക്കുന്നവരും എല്ലാ കുത്തുബിനും മുന്നിൽ നിന്ന് വേണ്ടതൊക്കെ കൊടുക്കുന്ന ആൾ എന്നർത്ഥത്തിന് കുത്തുബുൽ അഖ്താബ് എന്ന് പറയും. ഇത് രണ്ടാമത്തെ ഒരു മീനിങ്ങാണ്. ഇനി മൂന്നാമത്തെ ഒരു മീനിങ് കുത്തുബുൽ അഖ്താബിനുണ്ട്. അതെന്താ? അത് നമ്മൾ നേരത്തെ വായിച്ച ഇബാറത്തുകളിലൊക്കെ ഉണ്ടത്. കാഷാനിൻ്റെ ലത്വായിഫിലും ഇസ്തുലാഹാത്തുൽ സൂഫിയയിലും പിന്നെ മൗസുഅയിലും അതിലൊക്കെ ഉണ്ടത്. അൽ ഗൗസ് എന്ന് പറയുന്ന മഹാന്, ആ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ആ സ്ഥാനം അൽ ഗൗസിയത്തുൽ ഉൽമ, ആ അൽ ഗൗസ് എന്തായാലും ആ അൽ ഗൗസിനെ പറയും കുത്തുബുൽ അഖ്താബ് എന്ന് പറയും. അതിന് കാരണം എന്താ? ഗൗസിൻ്റെ കീഴിലാണ് ഔത്താദുള്ളതും ഇമാമാനുള്ളതും അബ്ദാലുള്ളതും നുജബാ ഉള്ളതും എല്ലാവരും ഉള്ളത്. അവരിലൊക്കെ അവരുടെ നേതാവിന് കുത്തുബ് എന്ന് പറയും. ഔത്താദിൻ്റെ നേതാവിന് കുത്തുബുൽ ഔത്താദ് പറയും. ഔത്താദിന് തന്നെ ഉമദ് ഉമദായ് എന്നൊക്കെ പറയും. അപ്പോൾ കുത്തുബുൽ ഉമദ് കുത്തുബുൽ ഉമദായ് എന്നൊക്കെ പറയും. കുത്തുബുൽ അബ്ദാല് കുത്തുബുൽ നുജബാ എന്നൊക്കെ പറയും. ഈ പറഞ്ഞ എല്ലാ കുത്തുബീങ്ങളുടെയും നേതാവായിട്ട് നിൽക്കുന്നത് ഗൗസായിരിക്കും. അപ്പോൾ ഗൗസിനെ പറ്റി പറയും കുത്തുബുൽ അഖ്താബ്. ഇതാണ് കുത്തുബുൽ അഖ്താബിൻ്റെ മൂന്നാമത്തെ മീനിങ്. കുത്തുബുൽ അഖ്താബ് എന്നുള്ളത് അങ്ങനെ പ്രയോഗിച്ചത് ഞാൻ ഇബാറത്തുകളൊക്കെ കിതാബുകളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അഖ്താബ് എന്നുള്ള പ്രയോഗം ഔത്താദിനും അബ്ദാലിനും അതിലൊക്കെ റഈസിന് പറയും എന്നുള്ളത് പിന്നെ അൽ മശ്റഉർ റവിയിൽ 321-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അൽ മശ്റഉർ റവി ഇതിലുണ്ട്. അബൂബക്കർ ഷില്ലി റഹിമഹുള്ളയുടെ അൽ മശ്റഉർ റവി. പിന്നെ നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്, പല കിതാബിലുള്ളത് തന്നെയാണ്, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പ്രത്യേക അതിൽ പറഞ്ഞതുകൊണ്ട്, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് അതിനെ ഉദ്ധരിച്ചു എന്നുള്ളൂ. പിന്നെ ജവാക്കിയത്തിൽ 340-ാമത്തെ പേജ് ലികുല്ലി ബലദിൻ വ സിൻഫിൻ മിനൽ ഔലിയായ കുതുബുൻ ഫയുഖാലു കുതുബുൽ ഔതാദ് കുതുബുൽ അബ്ദാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അൽ ജവാക്കിയത്ത് വൽ ജവാഹിറിൽ 340-ാമത്തെ പേജിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ അൽ ഗൗസായ വരുന്ന ആളെക്കുറിച്ച് കുതുബുൽ അഖ്താബ് എന്ന് പ്രയോഗിക്കും. അപ്പോൾ ആ ചർച്ചയും നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അഞ്ചാമത്തത് കുതുബുൽ ആലം എന്നാൽ എന്ത്? അതാണിപ്പോൾ വലിയ ചർച്ചയ്ക്ക് ഇടയായ ഒരു വാക്ക്, കുതുബുൽ ആലം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ കുതുബുൽ ആലം? കുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ, ആലം എന്ന് പറഞ്ഞാൽ മാസിബൽ ഭാര്യയല്ലേ. അസ്സലാമു അലൈക കുതുബൽ ആലമീന എന്നാണ് പിന്നെ മടവൂർ തങ്ങളെ മൗലൂദിൻ്റെ കുതുബുൽ ആലമീന എന്നാണ് പറഞ്ഞത്. ഒന്നും കൂടെ പ്രശ്നമായോ എന്ന് തോന്നിപ്പോകും. ഇല്ല, കുതുബുൽ ആലം എന്നാണ് ഇതിനെ മനസ്സിലായാൽ കുതുബുൽ ആലമീന എന്നും പറയാം. കുതുബുൽ ആലം എന്ന് പറഞ്ഞ ഒരു സ്ഥാനം തന്നെ ഇല്ലയെന്ന് ചിലർ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കുതുബുണ്ടോ? അങ്ങനെ എവിടെയില്ലല്ലോ. എവിടെയില്ല എന്ന് പറഞ്ഞാൽ നോക്കണ്ടേ എത്ര കിതാബിലുള്ളത്, നോക്കാതെ അങ്ങനെ എവിടെയില്ല എന്ന് പറയല്. ഫത്തുൽ ഉണ്ടാവില്ല, തുയ്ഫീലും ഉണ്ടാവില്ല. എല്ലാം ഫത്തുൽ മീനും തുയ്ഫീലും ഉണ്ടാവണം. എങ്ങനെ? തുയ്ഫീൽ ഫിഖഹിൻ്റെ കിതാബല്ലേ, അതിലെങ്ങനെയാണ് ഉണ്ടാകുന്നത്? പിന്നെ ഒരു വിദായത്ത് വന്യായ താരിഖിൻ്റെ കിതാബ്, അതിലെങ്ങനെ അതുണ്ടാണ്? ഇത് സൂഫിസത്തിൻ്റെ സൂഫിയാക്കൾ ആരിഫീങ്ങളെ കലാമ് ക്രോഡീകരിച്ച കിതാബ് നോക്കണം. ഇതാ ഇനിയിപ്പോൾ നിങ്ങൾ ഇൽമുൽ കലാമിൻ്റെ കിതാബ് നോക്കുകയാണെങ്കിൽ അതിലും ഉണ്ട്. സാദുൽ അഹ്ബാബ് എന്ന് പറഞ്ഞ കിതാബ്
സാദുൽ അഹ്ബാബ് നമ്മളെ ലൈബ്രറിയിലുണ്ട് കിതാബ്. അത് ആ കിതാബിലുള്ള ഇബാറത്ത് ഞാൻ വായിക്കാം. ഇബാറത്ത് വായിക്കാനൊന്നുമില്ല, അത് അതിൽ കുത്തുബിനെ പറ്റി പ്രയോഗിച്ച വാക്ക് തന്നെ അങ്ങനെയാണ്. സാദുൽ അഹ്ബാബ് ഫി മനാഖിബിൽ അസ്ഹാബ്. അതിൻ്റെ ഇബാറത്ത് ഔലിയാക്കന്മാരെ മറാത്തിബ് അസുനാബ് ഇങ്ങനെ പറഞ്ഞു വരുന്നിടത്ത് അതിൻ്റെ ഇബാറത്ത് എന്താണെന്നോ, ഗൗസിനെ പറ്റി അതിൽ ഇബാറത്തിട്ടത് വമിൻഹും കുത്തുബുൽ ആലം. ഗൗസിന് ഇട്ട ഇബാറത്തിന് കുത്തുബുൽ ആലം എന്നാണ്. അപ്പോൾ ഗൗസിന് കുത്തുബുൽ ആലം എന്ന് എല്ലാ കുത്തുബിനും കുത്തുബുൽ ആലം എന്ന് പേരുണ്ട്. കുത്തുബിന് കുറേ പേരുണ്ട്, അത് നമ്മൾ ചർച്ച ഉണ്ട്, കുറേ പേരുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് കുത്തുബുൽ ആലം എന്നുള്ള പേര്. അപ്പോൾ കുത്തുബുൽ സമാ എന്ന് പറയുന്നതും കുത്തുബുൽ ആലം എന്ന് പറയുന്നതും കുത്തുബുൽ ഗൗസ് എന്ന് പറയുന്നതും കുത്തുബുൽ അക്തബ് ഇതൊക്കെ ഒന്ന് തന്നെയാണ്. മൊയ്തീൻ ശൈഖിനെ പറ്റി എത്ര കിതാബിൽ കുത്തുബുൽ ആലം എന്നുണ്ട്? ആരെ പറ്റും കുത്തുബുൽ ആലം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെ എവിടെ നോക്കിയേ? അമിന്നും കുത്തുബുൽ ആലം. ഇനി അതിൻ്റെ നിർവചനം പറയണ നോക്കി. വഹുവൽ വാഹിദുല്ലദീ ഹുവ മൗദിഉ നദറില്ലാഹി തആല മിനൽ ആലമി ഫീ കുല്ലി സമാനിൻ വഹുവല്ലദീ യസ്തഫീദു മിനല്ലാഹി തആല ബിലാ വാസിത വലാ യകൂനു ഫീ കുല്ലി സമാനിൻ ഇല്ലാ വാഹിദുൻ. ബിലാ വാസിത എന്ന് പറഞ്ഞാൽ മുത്തനബി അല്ലാത്ത വാസിത അർത്ഥം വെക്കണം. ഓരോ കിതാബിൻ്റെ ഇബാറത്ത് അർത്ഥം വെക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ഇബാറത്തുകൾ ജംഇ ചെയ്ത് മനസ്സിലാക്കലാണ് ആലിമീങ്ങളുടെ കർത്തവ്യം. ഇതൊക്കെ പരസ്പരം വൈരുദ്ധ്യം എന്ന് പറഞ്ഞ് തള്ളാനും പാടില്ല, അതിന് ഏതെങ്കിലും ഒന്നെടുത്ത് മണ്ടാനും പാടില്ല. അപ്പോൾ വുജൂദ് ജമീഅൽ മൗജൂദാത്തി മിൻ അഹ്ലി ദുനിയ വൽ ആഖിറ ബി വുജൂദിഹി വഖായിമുൻ ബി വയുസമ്മൽ മദാർ. കുത്തുബുൽ മദാർ എന്നും പറയും. വലഹു യാനീലിൽ കുത്തുബുൽ മദാർ വസീറാനി അഹദുമാ യമീനി യുസമ്മ ബി അബ്ദുൽ മലിക്കി യസ്തഫീദു മിൻ റൂഹിൽ കുത്തുബി. എല്ലാ കിതാബിലുള്ളത് തന്നെയാണ്. വൽ റസാനി നസാരി യുസമ്മ ബി അബ്ദുർ റബ്ബി. ആ മറ്റേ കുത്തുബ് ഗൗസിൻ്റെ അതേ ചർച്ചയാണ് ഈ ചർച്ച അതിലൊക്കെ ഉണ്ട്. ഇതായി പറഞ്ഞ തൊബക്കാത്തിൽ മുനാവിൻ്റെ തൊബക്കാത്തിലൊക്കെ ഇബാറത്തുണ്ട്. പക്ഷേ കുത്തുബുൽ ആലം എന്നുള്ള ഇബാറത്ത് അതിലില്ല മാത്രം. അപ്പോൾ കുത്തുബിന് പറയുന്നൊരു വാക്കാണ് കുത്തുബുൽ ആലം. ഇതിൻ്റെ പേജ് നമ്പർ 518. ഇനി കശാഫ് ഇസ്തിലാഹാത്തുൽ ഫുനൂൻ എന്ന് പറഞ്ഞ കിതാബ്, അതിലും അതിൻ്റെ പഴയ നുസ്ഖ, നല്ല നുസ്ഖ പഴയത്, പഴയ നുസ്ഖയിൽ മുഹമ്മദ് ബിൻ അലി താനവി 1158 അദ്ദേഹം വഫാത്തായത്. ആ കശാഫ് ഇസ്തിലാഹാത്തുൽ ഫുനൂൻ എന്ന് പറഞ്ഞ കിതാബിൽ 1327 പേജ് വിശദമായിട്ട് കുത്തുബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ തഹഖീഖ് അല്ലാത്തതും ഉണ്ട്. പക്ഷേ അതിൽ കുത്തുബുൽ ആലം എന്നുള്ളത് പല തവണ ഗൗസിനെ പറ്റി പ്രയോഗിച്ചിട്ടുണ്ട്. കുത്തുബുൽ ആലം എന്നാണ് അതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെ റിഫായി ഷെയ്ഖിനെ പറ്റിയുള്ളൊരു കിതാബ്, പിന്നെ നജ്മുസ്സായി ഫി മനാഖിബിൽ കുത്തുബിൽ കബീർ റിഫായി 49 പേജിൽ. ഇതാരെ കിതാബാണ് ഇത്? അഷെയ്ഖ് അബീബക്കർ ബിൻ അബ്ദുല്ലാഹിൽ ഐദ്റൂസ്. ഇവർ ഈ നൂറ്റാണ്ടിൽ വന്ന ആളൊന്നല്ല, 914 വന്ന ആളാണ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ മുമ്പ് വഫാത്തായി പോയ ആളാണ്. ഇവർ റിഫായി ഷെയ്ഖിനെ പറ്റി എഴുതിയ കിതാബ് അത്. ഇതിൽ പറയുന്നത് വലഹു മിനൽ മുരീദീൻ. റിഫായി ഷെയ്ഖിന് മുരീദീങ്ങൾ ജമാഅ, ഒരു കൂട്ടം മുരീദീങ്ങൾ ഉണ്ടായിരുന്നു. വകുല്ലു വാഹിദി മിന്നും കാന കുത്തുബൽ ആലം, അവരെല്ലാം കുത്തുബുൽ ആലമായിട്ടുണ്ട്. വഖദ് തകല്ലമ ഹുവ ഫി ബത്നി ഉമ്മിഹി. റിഫായി ഷെയ്ഖ് ഉമ്മാരെ വയറ്റിൽ വെച്ച് സംസാരിച്ചുകളെ. അങ്ങനെ കറാമത്തൊക്കെ പലതും ഇതിലുണ്ട്. അപ്പോൾ കുത്തുബുൽ ആലം ഒരാളും നല്ല റിഫായി ഷെയ്ഖിൻ്റെ മുരീദന്മാരൊക്കെ കുത്തുബുൽ ആലമായപ്പോൾ നമ്മൾ ഖാജ അജ്മീർ തങ്ങളെ മുരീദന്മാരൊക്കെ അക്കാലഘട്ടത്തിൽ കുത്തുബായുന്നുണ്ട് ചരിത്രത്തിൽ. എല്ലാവരും ഒന്നായിട്ട് കുത്തുബാല എങ്ങനെ? അത് ഒരാൾ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കുത്തുബാൻ പോലുണ്ട്. ഒരു ദിവസം നിസ്ഫുല്യവും, ഒരു ദിവസത്തിൻ്റെ പകുതി കുത്തുബ, ഒരാഴ്ച കുത്തുബ്, ഒരു മാസം കുത്തുബ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് കുത്തുബാകാലോ. എന്താ അതുകൊണ്ട് ഉപകാരം? സുബ്ഹാനല്ലാഹ്. കുത്തുബ് എന്ന സ്ഥാനത്ത് കയറി 1 സെക്കൻഡ് കിട്ടിയാൽ മതി. പിന്നെ അത് വേറൊരു ലോകമാണ്. മാരിഫത്തിൻ്റെ തുറക്കപ്പെടുന്നത് വേറൊരു ലോകമാണ്. അങ്ങോട്ട് കയറുമ്പോഴേ ആ മാരിഫത്തിൻ്റെ ലോകം തുറക്കപ്പെടുള്ളൂ. അതൊരു സെക്കൻഡാണെങ്കിലും വലുത് തന്നെ. അത് നിലനിൽക്കുന്ന കാലത്തോളം മാരിഫത്ത് ഇങ്ങനെ കൂടി വരും. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള മാരിഫത്ത് വേറെ ഉണ്ട്. അപ്പോൾ അതിലും പറഞ്ഞു കുത്തുബുൽ ആലം എന്ന സംഭവം ഉണ്ട്.
മൂന്നാമതായി തഫ്രീഹുൽ ഖാത്തിർ. തഫ്രീഹുൽ ഖാത്തിർ. തഫ്രീഹുൽ ഖാത്തിറിൽ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു. കുത്തുബുൽ ആലം 2 സ്ഥലത്തുണ്ട്, 44-ാമത്തെ പേജിലുണ്ട്, 45-ാമത്തെ പേജിലും മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി കുത്തുബുൽ ആലം എന്ന് പറഞ്ഞിട്ടല്ല. മൊയ്തീൻ ശൈഖ് കുത്തുബേ ആയിട്ടുള്ളൂ, കൗസ ആയിട്ടുള്ളൂ. മടവൂർ തങ്ങൾ കുത്തുബുൽ ആലം മൊയ്തീൻ ശൈഖിൻ്റെ അപ്പുറത്തായോ എന്ന് ചോദിക്കണ്ട, രണ്ടും തന്നെയാണ്. ഇനി ഇമാം റാസി റഹിമഹുല്ലാ അവരുടെ അൽ മതാലിബുൽ ആലിയ എന്ന് പറഞ്ഞ കിതാബ് ഇൽമുൽ കലാമിൻ്റെ അഖീദൻ്റെ കിതാബാണ് അൽ മതാലിബുൽ ആലിയ. അൽ മതാലിബുൽ ആലിയയിൽ അതിൻ്റെ 8-ാമത്തെ വാള്യം, 9 വാള്യം അപ്പോൾ ലഭ്യമായത്. അതിൻ്റെ 8-ാമത്തെ വാള്യത്തിൽ 105-ാമത്തെ പേജിൽ പറയുന്നുണ്ട് കുത്തുബിനെ പറ്റി. അത് മനുഷ്യന്മാരുടെ അഫ്ളാലു അസ്നാഫിൽ ഇൻസാൻ, അവരുടെ നഫ്സുന്നാത്തിക്കയുടെ കമാലാത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഇന്ന ഹാദ സുൻഫ മിനന്നാസി മുഖ്തലിഫൂന ഫിൽ കമാലി വൻ നുക്സാൻ വലാ ഷക്ക അന്നഹു യഹ്സുലു ഫീഹിം ഷഖ്സുൻ വാഹിദ് വഹുവ അഫ്ളലുഹും വഅക്മലുഹും ഫിൽ ഖുവ്വത്തി നദരിയ്യത്തി വൽ അമലിയ്യ സുമ്മ ഇന്ന സൂഫിയ്യത യുസമ്മൂനഹു ബി കുതുബിൽ ആലം. ആ അഫ്ളലുന്നാസായ ആൾക്ക് സൂഫിയത്ത് കുതുബുൽ ആലം എന്ന് പേര് പറയും. അപ്പോൾ പേരെന്നെയാണ് അത് കുതുബുൽ ആലം എന്നുള്ളത്, വിഷയം പറയുന്നല്ല. യുസമ്മൂനഹു ബി കുതുബിൽ ആലം വലഖദ് സ്വദഖൂ ഫീഹി. കണ്ടോ, സൂഫിയത്താ പറഞ്ഞത് ശരിയാണ്. റാസിമാം പറയാണ് 105-ാമത്തെ പേജിൽ. റാസിമാമിൻ്റെ ഈ കിതാബ് നെറ്റിൽ ലഭ്യമാണ്, അതിൻ്റെ PDF. അപ്പോൾ കുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ മാനെന്താണ്? ഈ കുത്തുബിന് പറഞ്ഞ പേരാന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അത് വിചാരിച്ചിട്ട് കേവലം ഈ കുത്തുബിൻ്റെ പേരാന്ന് തന്നെ മനസ്സിലാക്കാത്തവരുണ്ട് എന്നാണ് തോന്നുന്നത്. കുത്തുബുല്ലാല മാസിബൽ ബാരി എല്ലാവരും നിയന്ത്രിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അതിന് കുറേ ഇസ്തിസ്നുണ്ട് ആലം എന്ന് പറഞ്ഞതിന്. അതെന്താ ഇസ്തിസ്ന? ഒരിക്കലും മുത്തനബി അതിൽ പെടൂല, കഴിഞ്ഞു പോയ അംബിയ മുർസലീങ്ങളൊന്നും അതിൽ പെടൂല. പിന്നെയോ ഔലിയാക്കന്മാരിൽ തന്നെ അഫ്രാദികൾ എന്നാണ് വിഭാഗമുണ്ട്. ഒരു കുത്തുബിൻ്റെ മേലെയാണ്. കുത്തുബിൻ്റെ തസറുഫിൻ്റെ കീഴിലല്ല, കുത്തുബിൻ്റെ നോട്ടത്തിൻ്റെ കീഴിലല്ല. അഫ്രാദ് ആഹാദ് എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. അഫ്രാദീങ്ങളും ആഹാദീങ്ങളും. ഇബ്നു അജീബ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് അഫ്രാദീങ്ങളെയും ആഹാദീങ്ങളെയും. ആ അഫ്രാദീങ്ങൾ ആഹാദീങ്ങൾ കുത്തുബിൻ്റെ ഗൗസിൻ്റെ മേലെയാണ്. നമ്മൾ ഈ വായിച്ച അധിക കിതാബുകളിലും, ഇപ്പം നമ്മൾ കുറേ കിതാബ് വായിച്ചല്ലോ, ആ വായിച്ച അധിക കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് അഫ്രാദീങ്ങൾ ലൈസൂഫി തസറുഫിൽ കുത്തുബി, കുത്തുബിൻ്റെ തസറുഫിന് കീഴിലല്ല. ലൈസ ലിൽ കുത്തുബി ഫീഹിം തസറുഫുൻ ലൈസൂഫി നവറിൽ കുത്തുബി. അങ്ങനെ പല ഇബാറത്തും അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുത്തുബിൻ്റെ നോട്ടത്തിൻ്റെ കീഴിലല്ല, കുത്തുബിനേറ്റ് അവർക്ക് ടച്ചില്ല, അതുപോലെ മേലെയാണ്. അപ്പോൾ ഒരിക്കലും കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ഈ അഫ്രാദീങ്ങൾ അവർ നിയന്ത്രിക്കുന്നു അർത്ഥം വെക്കുന്നത് അദബ് കേടാണ്. ചിലർ മടവൂരിനെ നിയന്ത്രിച്ചുകൊണ്ട് ന്യായീകരിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട്, അത് അദബ് കേടാണ്. ഒരു കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഫ്രാദീങ്ങളും കുത്തുബിൻ്റെ നിയന്ത്രണത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കിതാബിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അങ്ങനത്തെ പല ഒറ്റപ്പെട്ട ഷാദായ അഭിപ്രായങ്ങളുണ്ട്. അത് വലിയ ആണെങ്കിലും അവർ ആരിഫാണെങ്കിലും ഒരു കിതാബിൽ അങ്ങനെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് എവിടെയെങ്കിലും കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നമ്മളോട് എടുത്ത് ചാടാൻ പറ്റൂല. കാരണം 99% കിതാബുകൾ ആരിഫ്യങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ കാണുക അഫ്രാദീങ്ങൾ കുതുബിൻ്റെ നിയന്ത്രണത്തിലല്ല എന്നാ കാണുക. അഫ്രാദ് നോക്കി പേരെന്നെ പറയാൻ കാരണം അതാണ്. കുതുബിനെ തൊട്ട് തഫറുദായതുകൊണ്ട് ഒരൊറ്റയാനായി ജീവിക്കുകയാണ്. അവർക്ക് ആരെയും കൂസലില്ല, ആരും നോക്കേണ്ടിയില്ല, അങ്ങനെ ജീവിക്കുന്നവരാണ് അഫ്രാദ് എന്ന വിഭാഗം. ഒരു കിതാബിൽ ആണ് അങ്ങനെ അഫ്രാദീങ്ങളും കുത്തുബിൻ്റെ നിയന്ത്രണത്തിലാണ് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കണ്ട, അതിനെതിരാണ് എല്ലാ കിതാബുകളും. അതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കേണ്ട. അതിലും വലിയ അംഗീകരിക്കാൻ പറ്റാത്ത വേറെയുണ്ട്. അപ്പം അവരെ ഈ കുത്തുബുൽ ആലം എന്ന് പറഞ്ഞതിൽ നിന്ന് അവരെ ഒഴിവാക്കണം. ലോകത്ത് ഒരു പ്രാവശ്യം കുത്തുബ് എന്ന സ്ഥാനം ഏറ്റെടുത്ത ആളുകൾ, അത് 1 മണിക്കൂർ ഏറ്റെടുത്ത ആളായാലും വേണ്ടില്ല,
ആ കുത്തുബ് ഫർദ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് എത്തിയോല. എല്ലാ കുത്തുബും ഫർദാണ്. കുത്തുബിൻ്റെ ഒരു പേരാണ് അൽ ഫർദുൽ ജാമിഅ. കുത്തുബിൻ്റെ ഒരു സ്ഥാനമാണ്. കുത്തുബ് എന്ന ആൾ എന്തായാലും ഫർദാവും. പക്ഷെ ഫർദ് എന്ന് പറഞ്ഞത് കുറേ വ്യത്യാസങ്ങളിലുണ്ട്. ഫർദിയ്യത്തിൽ കുറേ ഡോസ് ഉണ്ട്. മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു എന്നാ കുത്തുബായത്? മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന് കുത്തുബായതെന്നാ അറിയോ? മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പറ്റി പഠിക്കാതെ പലതും പറയുന്നുണ്ട്. ഭയങ്കര അദബ് കേട് പറയുന്നുണ്ട്. ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറ എന്ന് പറഞ്ഞില്ലേ? പാട്ടായിട്ടല്ല കുത്തുബുൽ പറഞ്ഞത്, മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞത്, നസ്റായിട്ടാണ് പറഞ്ഞത്. ഖദമി ഹാദാ അലാ റഖബത്തി കുല്ലി വലിയ്യിൻ ലില്ലാഹ് എന്നാ പറഞ്ഞത് മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു. അത് എപ്പോഴാണ് പറഞ്ഞത്? എത്ര വയസ്സിലാണ് പറഞ്ഞത്? ഏത് സമയത്താണ് പറഞ്ഞത്? അതൊന്നും പഠിക്കാതെ മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞത് അത് ശതഹാത്താണ്, ബുദ്ധിഭ്രമമാണ്. ശതഹാത്ത് എന്ന് പറഞ്ഞാൽ ആ ശതഹാത്തു റുഊനത്തുൽ വലി, റുഊനത്തുർ റജുലി, വലിയെന്നും കൂടെ പറഞ്ഞിട്ടില്ല. വിലായത്തിൻ്റെ മർത്തബയിൽ കയറുന്ന ആളുകളുടെ ഹമാക്കത്താണ്, റുഊനത്താണ് ശതഹാത്ത്. പക്ഷെ കാമില വലിയ ശതഹാത്ത് ഇതിനോടുകൂടെ പറയും. ആ ശതഹാത്ത് വ്യത്യാസമുണ്ട്. കാമില വലിയ ശതഹാത്ത് പറയാൻ വേണ്ടി പറയും. ഇത് മോശപ്പെട്ട ശതഹാത്തായിട്ടാണ്. അത് നുക്സാനാണ്, ജീലാനിയുടെ നുക്സാനാണ്, ശതഹാത്താണ് എന്ന് ചിലർ പ്രസംഗിക്കൊന്നും പറയുന്നുണ്ട്. അത് ജീലാനി തങ്ങളെ പൊരുത്തം കിട്ടൂല. ജീലാനി തങ്ങളെ അത് കേൾക്കുന്നില്ല ഈ പറയുന്നത്. മോശമല്ലേ അങ്ങനെ പറയുന്നത് പഠിക്കാതെ? സിയറു അലാമുൻ നുബല എന്ന് പറഞ്ഞ കിതാബ് മറ്റേ ഷംസുദ്ദീൻ ദഹബി എഴുതിയതാണ്. അദ്ദേഹം മുജസ്സിമത്ത് പെട്ട ആളാണ്. അയാൾ വലിയ ഹാഫിളാണ്, വലിയ മുഹദ്ദിസാണ്. ഇമാം സുബ്ക്കി അറിഞ്ഞില്ലേ? നീയൊക്കെ നാളെ ഇമാം അഷ്അരിൻ്റെ കൂടെ മഹ്ശറിൽ വരുമ്പോൾ അഷ്അരി ഇമാമിന് അഷ്അരി ഇമാമും അഷ്അരിയത്തിൻ്റെ അത്ബാഉം അവർക്ക് ഹിസാബ് എടുക്കേണ്ടി വരും, അവർക്ക് കൊടുക്കേണ്ടി വരും കുറേ. കാരണം അവരെ തജ്സീബിനെതിരിൽ സംസാരിച്ചവരാണ് അഷ്അരിയത്ത്. മുജസ്സിമത്ത് അള്ളാഹ്ക്ക് ജിസ്മി ഇസ്ബാത്ത് ചെയ്തവരാണ്. സുബ്ക്കി ഇമാമിൻ്റെ ഉസ്താദ് ആണ് ഷംസുദ്ദീൻ അദ്ദഹബി. ഷംസുദ്ദീൻ ദഹബിനെ വലിയ സംഭവമായിട്ട് ഏറ്റിക്കൊണ്ട് നടക്കാൻ പാടില്ല. ചിലവർ ഷംസുദ്ദീൻ ദഹബിനെ തന്നെ ഏറ്റിക്കൊണ്ട് നടക്കണവരുണ്ട്. ഷംസുദ്ദീൻ ദഹബി പറഞ്ഞ എല്ലാ പഴവിലും വീഴുന്നവർ. ഷംസുദ്ദീൻ ദഹബി പറഞ്ഞത് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞതൊക്കെ ശതഹാത്താണ് എന്നാണ്. സുഹ്റവർദി ഇമാം പറഞ്ഞിട്ടുണ്ട് ശതഹാത്ത്, ഔലിയാക്കന്മാർ ശതഹാത്ത് പറയും. വിലായത്തിൻ്റെ ഒന്നാം പടിയിലേക്ക് എത്തിയ ചില ഔലിയ ഉണ്ട്, ചില ആളുകളുണ്ട്. അവരെന്നെ വിളിച്ചു പറയും എൻ്റെ കദമ് എല്ലാ വലിയൻ്റെയും പെരടിയിലാണ് എന്നൊക്കെ വിളിച്ചു പറയും. അത് വളരെ മോശമാണ് എന്ന് സുഹൃദി ഇമാം പറയുന്നുണ്ട്. ആരാ സുഹൃത്ത്? ആ പറഞ്ഞത് ആരെ പറ്റിയാന്നാ പറഞ്ഞത്? അത് മൊയ്തീൻ ഷെയ്ഖിനെ പറ്റിയാണ്. അല്പെങ്കിലും അന്തം വേണ്ടേ? സുഹ്റവർദി ഇമാം മൊയ്തീൻ ഷെയ്ഖിൻ്റെ മുരീദാ. സുഹ്റവർദിയാക്കിയത് മൊയ്തീൻ ഷെയ്ഖാ. മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വിലായത്തിൻ്റെ ഒന്നാം പടിക്ക് എത്തിയപ്പോഴാണോ പറഞ്ഞ് ഖദമിയല റഖബാത്തി കുല്ലി വലിയ എന്ന് പറഞ്ഞത്? അന്ന് അങ്ങനെ ഒന്നും പറയാതെ നടക്കുകയായിരുന്നു മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. 25 ആണ്ടോളം ചുറ്റി നടന്നു അവർ. ഇരിയെന്ന ഏകൽ കേട്ടാറ് ഇരുന്നു അവർ. അന്നാ ദർസടത്തിൽ തുടങ്ങിയത് അല്ലേ? ആ ദർസടത്തായിരുന്നത് 51-ാമത്തെ വയസ്സിലാണ്. ആര്? മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു. അതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എത്ര പഠിച്ചിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാലും തിരുത്തൂല. ഇത് ഗൗസുൽ ആലമിനെ പറ്റി എഴുതിയ മൗലിദ അൽ മൗലിദുൽ ഈമാനി മൗലിദുൽ ഗൗസുൽ ജീലാനി. ഇത് കേവലം മൗലിദല്ല. ഗൗസുൽ ആലമിനെ പറ്റി എഴുതപ്പെട്ട 30 ചില്ലാനം ഗ്രന്ഥങ്ങൾ അത് നോക്കിയിട്ട് അതിലുള്ളതെല്ലാം ഷോർട്ടായി, പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഷോർട്ടായി പറയുകയും അതിൻ്റെയും അപ്പുറം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പറ്റി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹ്ജത്തുൽ അസ്റാർ എന്ന് പറഞ്ഞ കിതാബാണ്. ബഹ്ജത്തുൽ അസ്റാർ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ?
അതിൻ്റെ പ്രത്യേകത ഷെയ്ഖ് അല്ലാമ മുഹദ്ദിസുൽ ഹിന്ദ് അബ്ദുൽ ഹഖ് ദഹ്ലവി പറയുന്നുണ്ട്, ഏറ്റവും സ്വഹീഹായ കിതാബാണ് ബഹജത്തുൽ അസ്റാർ. കാരണം മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെയും അത് എഴുതുന്ന ഇമാം ഷത്തനൂഫിയുടെയും ഇടയിൽ നൂറുദ്ദീൻ ഷത്തനൂഫി അദ്ദേഹത്തിൻ്റെ ഇടയിലുള്ള സനദ് 2 ആളേ ഉള്ളൂ. സുനായിയ ആര് പറയുന്നുണ്ട്? അബ്ദുൽ ഹഖ് ദഹ്ലവി. സുബ്ദത്തുൽ അഖ്ബാർ എന്ന് പറഞ്ഞ കിതാബ്, അത്രയും ബലപ്പെട്ട കിതാബാണ് ബഹജത്തുൽ അസ്റാർ. ആ ബഹജത്തുൽ അസ്റാറിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഖ്ബാറുകളൊക്കെ ഉണ്ട്. വലിയ കിതാബാണ് അത്, ആ വലിയ കട്ടിയുള്ള കിതാബ്. ഇത് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി എഴുതപ്പെട്ട ബൃഹത്തായ ഗ്രന്ഥമാണ്. അവരുടെ മുഴുവൻ അഖ്ബാർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇതിൽ നിന്ന് എടുത്തതാണ് യാഫി ഇമാം ഖുലാസുൽ മഫാഖിറൊക്കെ. ഇതിൻ്റെ ഖുലാസ ഇതിലുള്ള അല്പം പറഞ്ഞിട്ടുള്ളൂ, ഇതിൽ നിന്ന് എടുത്തത് ആ ബാക്കിയുള്ള പോലൊക്കെ. അപ്പോൾ ഈ കിതാബിൽ ബഹജത്തുൽ അസ്റാറിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ വിഷയങ്ങൾ ആദ്യം സംഭവിച്ചത് നടുവിൽ, പിന്നെ അവസാനം സംഭവിച്ചത് ആദ്യം, അങ്ങനെ ഒരു തെർത്തീബുല്ലാതെ പല ഭാഗത്ത് പറഞ്ഞിട്ടുകയാണ്. അത് മുറത്തബായി മുഹ്യിദ്ദീൻ ഷെയ്ഖ് പ്രസവിച്ചത് മുതൽക്ക് ഓരോന്ന് സംഭവിച്ചത് ആ തെർത്തീബിൽ വിശദീകരിച്ച ഗ്രന്ഥമാണ് ഈ മൗലിദുൽ ജീലാനി. മാത്രമല്ല അത് മാത്രം നോക്കിയതുമല്ല, ഓരോന്നും ആധികാരികമായി അതിൻ്റെ അവലംബങ്ങൾ നോക്കിയിട്ട് ഉറപ്പിച്ച് എഴുതിയതാണ്. ഈ പറഞ്ഞ ആ സംഗതികളൊന്നും വേറെ സ്ഥലത്ത് പെട്ടെന്ന് പരതിയാൽ കാണൂല, കിട്ടാൻ പണിയാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു 51-ാം വയസ്സിലാണ് ദർസെടുത്ത് ഞാൻ പോയതെന്ന് കണ്ടുപിടിക്കാൻ പണിയാണ്. അപ്പോൾ 51-ാം വയസ്സിലാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആ ദർസെടുത്താൻ പോകുന്നത്. അന്ന് തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് കുതുബിയത്ത് എന്ന സ്ഥാനം മുത്തുനബി ഉണർവിൽ വന്ന് കൊടുത്തിട്ടുണ്ട്. പ്രസംഗിക്കാൻ വായിൽ തുപ്പിക്കൊടുത്ത സംഭവം ഉണ്ടല്ലോ, അത് ഉറക്കത്തിലല്ല. ഉണർവിലാണ് കിതാബുകളിലുണ്ട്. പിന്നെ എന്താ ഉറക്കത്തിലാക്കണേ? നമ്മൾ ഉണർവിലാണ് കിതാബുകളിലുണ്ട്. വായിൽ തുപ്പിക്കൊടുത്ത സംഭവം ഉണർവിൽ റസൂലുള്ളാഹി വന്ന് അന്ന് തന്നെ ഒരു പുടവ ധരിപ്പിച്ച് മൊയ്തീച്ച്. കുത്തുബാകുമ്പോൾ ഒരു പുടവൊക്കെ ഉണ്ട്, കുത്തുബിൻ്റെ ഒരു സ്ഥാനവസ്ത്രം കൊടുത്ത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മൊയ്തീൻ ഷെയ്ഖിനോട് മുത്തുനബി പറഞ്ഞു, ഇത് നിൻ്റെ കുത്തുബിയത്ത് എന്ന സ്ഥാനത്തിൻ്റെ പുടവ വസ്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് ധരിപ്പിച്ചത്. പന്ന് കുത്തുബായി. പിന്നെ 22 കൊല്ലം കുത്തുബിയത്ത് എന്ന സ്ഥാനം കിട്ടിയിട്ട് 22 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഖദമി അലാ റഖബാത്തിൽ ഔലിയായി തുറ എന്ന് പറയുന്നത്. ചിലർ പറഞ്ഞാൽ അതല്ല, ഖദമി അലാ റഖബാത്തിൽ ഔലിയായി തുറ എന്ന് പറഞ്ഞത് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കുത്തുബിയത്താണ് കിട്ടിയപ്പോൾ, ആ സ്ഥാനം ഭയങ്കര സ്ഥാനം കിട്ടിയപ്പോൾ, അപ്പോൾ ഷതഹായിട്ട് ആ സ്ഥാനം കിട്ടിയില്ല, ഷതഹാത്തായിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് പറയുന്നേ അത് കുത്തുബായപ്പോൾ പറഞ്ഞതാണ്, കുത്തുബായപ്പോൾ പറഞ്ഞതല്ലേ ഇത്. അങ്ങനെ ഒരു വലിയ പറയൂല. ആ പറഞ്ഞത് അദബകേടല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? അള്ളാഹുവിൻ്റെ വലിയനെ ബഹുമാനിക്കേണ്ടവനല്ലേ അള്ളാഹിൻ്റെ വലിയ. എത്ര ചെറിയ സ്ഥാനത്താണെങ്കിലും അള്ളാഹിൻ്റെ വലിയ, അള്ളാഹിൻ്റെ എല്ലാ വലിയൻ്റെയും പരടിയിലാണ് എൻ്റെ കദമ്. അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ അത് പറയാൻ പാടില്ല. ഉള്ളതൊക്കെ പറയാൻ പാടില്ലല്ലോ, ആ വാക്ക് പറയാൻ പാടില്ല. ആ സ്ഥാനത്ത് എത്രയോ ഔലിയാക്കന്മാരുടെ ശേഷമുണ്ട്, പക്ഷെ ആ വാക്ക് പറയാൻ ഏൽപ്പിച്ചത്, പരസ്യമായിട്ട് പറയാൻ ഏൽപ്പിച്ചത് ഒരൊറ്റ ആളോടുള്ളൂ എന്നാണ് പറയുന്നത്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വേറെ ആളോട് പറയാൻ പറിച്ചിൽ അത് വേറെ സ്ഥാനമാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ 50 ചില്ലാനം ഇറാഖിലും എന്നല്ല, ലോകത്തിൻ്റെ പല ഭാഗത്ത് പരന്നു കിടക്കുന്ന പ്രഗത്ഭരായ ഔലിയാക്കന്മാർ ആ സദസ്സിൽ ജിസ്മോട് കൂടെ വന്നിട്ടുണ്ട്. അവരെ പേരൊക്കെ നീ പറയുന്നുണ്ട്. ഔലിയാക്കന്മാരൊക്കെ പങ്കെടുത്ത് അവർക്ക് വിവരം കിട്ടി ഇന്ന് ബഗ്ദാദ് പോകണം. മുഹ്യിദ്ദീൻ ഷെയ്ഖ് അവിടെ വെച്ചിട്ടാണ് പറയുന്നത്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു എല്ലാ വലിയ കദമിൽ പരടിയില്ല എൻ്റെ കദമ്. അത് പറഞ്ഞത് പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? അത് നീ പറഞ്ഞിട്ടുണ്ട്. അത് അൽ ഫർദിയത്തുൽ കാമില എന്ന് പറയുന്ന സ്ഥാനം. ഫർദിയത്തിന് പല ഡോസുകളുണ്ട്. ഫർദിയത്തുൽ കാമില എന്ന് പറയുന്ന സ്ഥാനമാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് അപ്പോൾ കിട്ടിയത്. അപ്പോൾ റസൂലുള്ളാഹി പറയാൻ പറഞ്ഞതാണ്. റസൂലുള്ളാഹിയും പിന്നെ സ്വഹാബത്തും വേറെയും പല ആളുകൾ
മൊയ്തീൻ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് അന്ന് ഉണർവിൽ ഇങ്ങനെ വരുന്നതും ഇത് പറയുന്നതും ഒക്കെ കണ്ട ഔലിയാക്കന്മാർ ആ സദസ്സിലുണ്ട്. എന്നിട്ട് അങ്ങനെ ഷതഹാത്താണ് മൊയ്തീൻ ഷെയ്ഖിനോട് പറയാൻ പറഞ്ഞത്. ആ സദസ്സിലുണ്ട്. അതിൻ്റെ സനദൊക്കെ ബഹജത്തുൽ അസ്റാറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫർദ് എന്ന് പറയുന്ന സ്ഥാനത്തിന് പല ഡോസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതിൽപ്പെട്ട വലിയൊരു ഡോസാണ് മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ഫർദിയത്തുൽ കാമില എന്ന് പറയുന്ന ഡോസ്. ആ ഫർദിയത്തിൻ്റെ അവ്വൽ മഖാമ് തന്നെ കുത്തുബ് പറഞ്ഞ സ്ഥാനത്തിന് അപ്പുറത്താണ്. എന്ന് പറഞ്ഞാൽ കുത്തുബിന് അവിടെ വരെ സ്പർശിക്കാൻ പറ്റൂല. എന്നാലും ഫർദെല്ലാം ഒരിക്കൽ കുത്തുബ് ആയ ആളുകൾ ആവണമെന്നുമില്ല. എത്രയോ അഫ്രാദിങ്ങൾ തീരെ കുത്തുബായിട്ടില്ല, ഫർദ് എന്ന സാധനം കിട്ടിയിരിക്കണം. കാരണം ഈ കുത്തുബ് എന്ന സാധനം എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തതാണ്. അത് ഒരു പ്രത്യേക തസ്തികയാണ്. ലോകം മൊത്തം ഭരിക്കുക എന്നാണല്ലോ. എല്ലാവർക്കും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ആകാൻ കഴിയൂല. ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കുറേ ഉണ്ടാവും. ആ ഫർദിനൊക്കെ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ എന്നാലും ആ സ്ഥാനം കിട്ടൂല. അതുകൊണ്ട് അഫ്രാദീങ്ങളെല്ലാം കുത്തുബല്ല, കുത്തുബുകളൊക്കെ അഫ്രാദീങ്ങളാണ്. കുത്തുബിന് അഫ്രാദീങ്ങളിൽ നദറും തസറുഫും ഇല്ല. അതുകൊണ്ട് കുത്തുബുല്ലാലെന്ന് മടവൂരിനെ പറ്റി ആരെ പറ്റി പറഞ്ഞാലും ആ അഫ്രാദീങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ്. അവരൊക്കെ അത്രയും മീതയാണ്. അംബിയാ മുർസലിങ്ങൾ അവരും ഒഴിവാണ്. അവരൊക്കെ മീതയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരും ഒഴിവാണ്. അവരൊഴിവാക്കാതെ സംസാരിക്കുന്നത് അദബ് കേടാണ്. ഇതൊക്കെ പറയാനാണ് നമ്മൾ ഈ ചർച്ച, ഈ വിഷയം ഇട്ടത്.